ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിവാദങ്ങൾ വരുന്നത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം ഇങ്ങനൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. വാസ്തവത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് തന്നെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഇത്തരത്തിൽ ഈ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ കൃത്യമായി നടത്തുന്ന ഒരു പതിവുണ്ട്. അത് സ്വാഭാവികമായും നടത്തുന്നൊരു കാര്യമാണ്. അതിനെയൊക്കെ തന്നെ വിവാദമാക്കി മാറ്റിയത് സത്യത്തിൽ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും ഇതിനു മുമ്പ് വെളിപ്പെടുത്തൽ വരുന്നു. ആ വെളിപ്പെടുത്തൽ എന്താ? താങ്ങുപീഠമുണ്ടായിരുന്നു. ആ താങ്ങുപീഠം ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു. അത് ദേവസ്വം ബോർഡിൻ്റെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരണം. അതിൻ്റെ പിറ്റൊന്നു മുതലാണല്ലോ ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലും ഏറ്റുപിടിച്ചുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറ്റ് BJP നേതാക്കളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ മോഷണക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. പക്ഷേ കൃത്യമായും ദേവസ്വം വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇത് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ സംശയിക്കുന്നത് ഇത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയുവാൻ വേണ്ടി അദ്ദേഹം മറ്റു ചില ആളുകളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നു. ഇതൊക്കെ പുറത്തു വന്നതിന് ശേഷവും ഇന്നലെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെ ഇതിന് സഹായിക്കുവാനും പിന്തുണയുമായി എത്തിയ സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുക, വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, വരുന്ന അസംബ്ലി ഇലക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് സുവർണാവസരമാക്കിക്കൊണ്ട് ശബരിമലയെ വീണ്ടും ഒരു അവസരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമാണ്. ഇപ്പോൾ കോടതിയാണ് ഇത്, കോടതിയുടെ അന്വേഷണ പരിധിയിലിരിക്കുന്നൊരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു വ്യക്തത വേണം. ആ വ്യക്തത വേണമെങ്കിൽ തീർച്ചയായിട്ടും കോടതിയോട് ഞങ്ങൾ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. കോടതിയോട് മാത്രമേ നമുക്ക് അത് ആവശ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം ശബരിമല പോലെ ഒരു ആരാധനാലയം ഇങ്ങനെ ഒരു 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 നിഴലിൽ നിൽക്കാൻ പാടില്ല. അതിന് വ്യക്തമായ ഒരു അന്വേഷണം വേണം. ആ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടും. ഹൈക്കോടതി തീരുമാനിക്കട്ടെ ഏത് അന്വേഷണ ഏജൻസിയാണ് വരേണ്ടതെന്ന്. ഈ താങ്ങുപീഠവുമായി ബന്ധപ്പെട്ടായാലും അതിലെ സ്വർണത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ടായാലും മറ്റെന്ത് കാര്യത്തിലായും ഈ പറയുന്ന സ്പോൺസറുടെ ആധികാരികതയെ സംബന്ധിച്ചായാലും എന്തിനെ സംബന്ധിച്ചും ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അത് ഞങ്ങൾ കോടതിയിൽ പറയും. ഞാൻ ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനുമായി സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് അത് തന്നെയാണ്. സമഗ്രമായൊരു അന്വേഷണം വേണം. ആ അന്വേഷണത്തിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരണം. ശബരിമല ഒരു വിശുദ്ധമായ ഒരു പവിത്രമായ ക്ഷേത്രമാണ്. അതിനെ സംബന്ധിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും അഭിപ്രായം. അതായത് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇതൊക്കെ വരുന്നത്. ഈ സ്വർണ്ണപ്പാളി കൃത്യമായും ഞങ്ങളൊരു പ്രൊസീജിയർ പാലിച്ച് തന്നെയാണ്, കൃത്യമായ പ്രൊസീജിയർ പാലിച്ച് തിരുവാഭരണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തി മഹസർ തയ്യാറാക്കി വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. വന്ന വീഴ്ച എന്താ? അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാൻ ഒരു ചെറിയ കാലതാമസം വന്നുപോയി. അത് കൃത്യമായി ഞങ്ങളുടെ വിജിലൻസ് SP കോടതിയിൽ പറഞ്ഞു. കോടതിയിൽ പറഞ്ഞതുകൊണ്ടാണ്, അത് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചുകൊള്ളൂ എന്ന ഉത്തരവ് ഞങ്ങൾക്ക് തന്നത്. ഒക്ടോബർ 17 ഞങ്ങൾ കൃത്യമായത് താന്ത്രിക വിധി പ്രകാരം ഞങ്ങളത് പുനഃസ്ഥാപിക്കും. മാത്രമല്ല കോടതി ഒരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞു, അവിടെ ഈ പിന്നെ നമ്മുടെ ശ്രീകോവിലിൻ്റെ വാതിലിൽ ചെറിയ അറ്റകുറ്റപ്പണികളുണ്ട്, അതും നിങ്ങൾ ചെയ്തോളൂ എന്ന് ഞങ്ങൾക്ക് കോടതി അനുവദിച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ സുതാര്യമായി, ഈ ബോർഡ് സുതാര്യമായി കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് വന്നത്. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ സാധനം, ഇയാളുടേത് ഈ പ്രഖ്യാപനം വരുന്നത്, ഈ വെളിപാട് വരുന്നത്. സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് ഉടനെ പിന്നെ ഏറ്റുപിടിക്കുന്നു. ദേവസ്വം ബോർഡ് കള്ളനാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനാണ്, ദേവസ്വം ബോർഡ് മോഷണം ചെയ്തിരിക്കുന്നു. ഉടനെ BJP നേതാക്കൾ ഏറ്റുപിടിക്കുന്നു. അത് സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന തന്നെയാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. ശബരിമലയെ മോശമാക്കുക, ദേവസ്വം ബോർഡിനെ മോശമാക്കുക, സർക്കാരിനെ മോശമാക്കുക, വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനും ഇതൊരു സുവർണാവസരമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇനി കഴിഞ്ഞ പിന്നെ മണ്ഡല മകരവിളക്ക് മഹോത്സവം നിങ്ങൾക്കറിയാം, 55ഓളം ലക്ഷം ആളുകൾ വന്നു. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ എന്ത് മനോഹരമായിട്ടാണ്, വളരെ ഗംഭീരമായിട്ടാണ് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അത് പിന്നെ പൂർത്തിയാക്കിയത്.
അപ്പോൾ വീണ്ടും ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെ അട്ടിമറിക്കുവാനുള്ള ആസൂത്രിതമായ നീക്കമാണോ എന്ന് പോലും ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ട്. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു, അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു. ഇവരൊക്കെ ശബരിമലയെ ഒരു സുവർണാവസരമായി ഉപയോഗിച്ചു ഭക്തജനങ്ങൾക്കിടയിൽ വികാരമിളക്കി വിട്ട് പിന്നെ വോട്ടാക്കി മാറ്റുക എന്നുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൃത്യമായ ഊർജിതമായ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഞങ്ങൾ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണയും അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് തൃപ്തിയോടുകൂടി മലയിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വിവാദങ്ങൾ ഒരു വഴിക്ക് പോകും. ഞങ്ങളുടെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാൻ ഉറപ്പായിട്ടും ഡിഫമേഷൻ ഈ കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കഴിഞ്ഞോട്ടെ, ഞാൻ ഉറപ്പായിട്ടും ഡിഫമേഷൻ ചെയ്യും. ഡിഫമേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. പക്ഷെ മനസ്സിലാക്കേണ്ട ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടാൽ ഇന്ന് വരെ UDF നേതൃത്വത്തിൽ ഒരു ബോർഡ് ഇവിടെ ഭരിച്ചിട്ടില്ലേ എന്നേ തോന്നും. സത്യത്തിൽ സ്റ്റേറ്റ് വിജിലൻസിനെ പേടിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടിയ UDF മെമ്പർമാരുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളൊരു ദുസ്ഥിതിയൊന്നും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ശേഷം വന്ന ബോർഡുകൾക്കുണ്ടായിട്ടില്ല. സ്റ്റേറ്റ് വിജിലൻസിനെ പേടിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്ന ബോർഡ് മെമ്പർമാരുണ്ട്. അവരെയൊക്കെ ഒരു വശത്തിരുത്തിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഞാൻ പ്രതിപക്ഷ നേതാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനാണെന്ന് പറയുന്നത്. സത്യത്തിൽ അതൊരു ആത്മപരിശോധന നടത്തേണ്ടതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അത്രേ ഉള്ളൂ.